അവധി ദിവസങ്ങളിൽ കുട്ടികൾ കളിക്കാൻ വേണ്ടി അയൽപക്കത്തും ബന്ധുവീടുകളിലും നമ്മൾ അവരെ പറഞ്ഞയക്കുമ്പോൾ ഇല്ലെങ്കിൽ അവർ പോകുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവിടെ അവർ സുരക്ഷിതരാണോ എന്നുള്ളത്? അവധിക്കാലമായാൽ ബന്ധുവീടുകളിൽ കുട്ടികളെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, പ്രത്യേകിച്ച് പെൺമക്കളുടെ. തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരിയായ കല്യാണി ബന്ധുവിൽ നിന്നും നേരിട്ടത് അതിക്രൂരമായ പീഡനം. ബന്ധു എന്ന് പറയുമ്പോൾ സ്വന്തം പിതാവിൻ്റെ അനിയൻ തന്നെ. അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസ് എന്നറിയപ്പെട്ട ഈ സംഭവത്തിന് പുതിയൊരു മാനം കൈവരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർ ലിസ ജോണിന്റെ സംശയത്തെ തുടർന്നാണ്. മരണത്തിന്റെ തലേന്ന് വരെ സ്വന്തം കൊച്ചച്ഛനിൽ നിന്നും അതിക്രൂരമായിട്ടാണ് കല്യാണി പീഡിപ്പിക്കപ്പെട്ടത്. സമൂഹ മാധ്യമങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്ത സംഭവമാണിത്. ഇനി എനിക്ക് മാതാപിതാക്കളോടാണ് പറയാനുള്ളത്. പണ്ട് കാലത്ത് അവധിക്കാലം ആഘോഷമാക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മക്കളെ ബന്ധുക്കളുടെ വീടുകളിൽ പറഞ്ഞയക്കുന്നത്. 1, 2, 3 എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് അവിടെ നിർത്താൻ ധൈര്യമുണ്ടായിരുന്നു. ഇന്ന് പത്രം എടുത്ത് നോക്കിയാൽ ലൈംഗിക പീഡനങ്ങളും അതിനെ തുടർന്നുള്ള കൊലപാതകങ്ങളും ധാരാളം നമുക്ക് കാണാൻ കഴിയും. അതിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഉൾപ്പെടുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയും. മക്കളെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളുണ്ട്. ജോലി തിരക്ക് മൂലം ബന്ധുക്കളുടെ വീട്ടിലോ ഇല്ലെങ്കിൽ അയൽപക്കത്തോ മക്കളെ ഏൽപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹണിമൂൺ ഭ്രമം പോലും വിടാത്ത മാതാപിതാക്കളുണ്ട്. അവധിക്കാലം ആവാൻ കാത്തിരിക്കും അവർ മക്കളെ അമ്മ വീട്ടിൽ അല്ലെങ്കിൽ അമ്മായി വീട്ടിലെല്ലാം പറഞ്ഞയക്കാൻ. അവധിക്കാലമായ സ്വന്തം മക്കളുടെ മക്കളെ നോക്കുന്ന ഉത്തരവാദിത്വം ബന്ധുക്കൾക്കാണ് എന്ന് കരുതുന്നവർ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, സ്വന്തം പിതാവിൽ നിന്ന് പോലും ഇക്കാലത്ത് സംരക്ഷണം കിട്ടാത്ത ഈ അവസ്ഥയിൽ ബന്ധുക്കളിൽ നിന്നും ആ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കിട്ടുമെന്ന്? കാലം മാറുന്നതിനനുസരിച്ച് കോലം കെട്ടുന്ന നമ്മൾ എന്തുകൊണ്ട് ഈ കാര്യം ചിന്തിക്കുന്നില്ല? പീഡനങ്ങൾ ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുകോഴിയെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ മക്കളെ സ്വന്തം ചിറകിനടിയിൽ ഒപ്പം നിർത്തി സ്നേഹം കൊടുത്ത് അവരെ സംരക്ഷിക്കാം.